സമൂഹത്തിന്റെ പുരോഗതിക്ക് അടിസ്ഥാനപരമായി വേണ്ടത് വായനയാണെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ചെങ്ങന്നൂർ ചെറിയനാട് പഞ്ചായത്തിലെ സർക്കാർ ആയുർവേദ ആശുപത്രിയുടെ ഉപകേന്ദ്രവും നവീകരിച്ച വായനശാലയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തുരുത്തിന്മേൽ പ്രദേശത്ത് ജനങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ആയുർവേദ ആശുപത്രിയുടെ ഉപകേന്ദ്രവും ലൈബ്രറിയുമാണ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വായനയിലൂടെ മാത്രമേ വളരാൻ സാധിക്കൂ. കുട്ടികളെ ഗ്രന്ഥശാലയിൽ എത്തിച്ച് പുസ്തകങ്ങൾ പരിചയപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. 10 വർഷം മുമ്പ് പൂട്ടിപ്പോയ ലൈബ്രറി തുറക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു. ഒരു ലൈബ്രറിയനെ പോസ്റ്റ് ചെയ്തു. ആയുർവേദ ആശുപത്രി ഉപകേന്ദ്രവും ആരംഭിച്ചു. തുരുത്തിമേൽ പ്രദേശത്ത് ജനങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു ഉപകേന്ദ്രമാണ് ഇവിടെ ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുള്ളത്. വായനയില്ലെങ്കിൽ ഒരു മരണവീടിന് തുല്യമാണ് നാട്. വായിച്ചു വളരുക, അത് കെ.എൻ. പണിക്കർ പറഞ്ഞത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇന്ന് വായിച്ചു വളരാനായിട്ടല്ല പലർക്കും താല്പര്യം. വളഞ്ഞു വളരാനാണ് ആഗ്രഹം. വളഞ്ഞു വളരുന്നത്, നേരെ വളരുന്നത്, എങ്ങനെയും വളഞ്ഞു വളരണം. അപ്പൊ അങ്ങനെ വളഞ്ഞു വളർന്ന് ഒരു സമൂഹം എത്ര വളർന്നാലും നമ്മുടെ സമൂഹം വളർന്ന് രക്ഷപ്പെടുത്തും. നമ്മൾ ആഗ്രഹിക്കുന്ന പുരോഗതിയും പുരോഗമനവും എന്താണ് മനുഷ്യന്റെ പുരോഗതി പുരോഗമനം എന്നതിനെ സംബന്ധിച്ച് നല്ല കാഴ്ചപ്പാടുകൾ നമ്മളിന്ന് ലോകത്തിലെ ഒരു മധ്യവർഗ വികസിത രാജ്യത്തോടൊപ്പം സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നല്ല ആശയങ്ങൾ കേരളത്തിൽ ഉൾക്കൊള്ളുന്നു. വികസനം, ക്ഷേമം, അതുവഴിയുള്ള ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിക്കാണ് നമ്മൾ